ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു ചീസ് ക്രീമിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്രീം നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതൊരു ക്രീം രൂപത്തിലേക്കായിട്ട് വരും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമൽ പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഈസി ഫോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ മിക്സ് ചെയ്യുമ്പം ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്തേക്ക് വാനില എസൻസ് ഓപ്ഷനിലാണ്, ഒഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി മേക്ക് ചെയ്തപ്പോഴത്തേക്ക്. കാരണം എസൻസ് ഒന്നുകിൽ നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. വാനില ഫ്ലേവർ വരാതെ ആ ഒരു ക്രീം ഫ്ലേവറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആ 2 ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണ്. അപ്പം ഇതും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മതി.